ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ, നമ്മളൊക്കെ സ്വപ്നങ്ങൾ കാണാറില്ലേ? അപ്പോൾ അങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നത് ചിലർ പാമ്പിനെ സ്വപ്നം കാണാറുണ്ട്. അപ്പോൾ അതിനെ സ്വപ്നം കാണുമ്പോൾ, അതായത് പാമ്പിനെ നമ്മൾ പല നിറത്തിലുള്ള പാമ്പുകളെ സ്വപ്നം കാണാറുണ്ട്, ചിലപ്പോൾ പല രീതിയിൽ കാണാറുണ്ട്. അപ്പോൾ ചില രീതിയിൽ നമ്മൾ പാമ്പിനെ കണ്ടാൽ എല്ലാം ശത്രുദോഷമാണ്, അല്ലെങ്കിൽ നമുക്ക് മാരക അസുഖങ്ങൾ വരാൻ പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് കഷ്ടകാലം വരാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. അപ്പോൾ ഓരോ രീതിയിൽ നമ്മൾ കാണുന്നതിന് അതിൻ്റേതായ അർത്ഥമുണ്ട്. അപ്പോൾ പാമ്പിനെ സ്വപ്നം കണ്ടാൽ, അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ വ്യാഖ്യാനമാണ് ഇന്ന് പറയുന്നത്. അതായത് പാമ്പിനെ സ്വപ്നം കാണുന്നത് ചില സമയങ്ങളിൽ, അതായത് പാമ്പ് നമ്മളെ കടിക്കുന്നതായിട്ടോ ഒക്കെ നമ്മൾ സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു ബലമാണ് പറയുന്നത്. പാമ്പ് നമ്മളെ കടിക്കുന്നത്, അത് നമ്മുടെ കയ്യിൽ നിന്ന് ചോരയോ നീരോ ഒക്കെ വരുന്നതായിട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊരു നല്ല ബലം, നമുക്ക് പെട്ടെന്നൊരു ധനഭാഗ്യം എവിടുന്നോ നമ്മളെ തേടി വരുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾ ഭയന്ന് പോകും, നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ രാത്രിയിൽ അതിന് സ്വപ്നത്തിലായാലും നമ്മളത് യാഥാർത്ഥ്യം എന്നുകൊണ്ട് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ അതിൽ നമ്മൾ പെട്ടെന്ന് അബ്സെൻ്റ് ആവേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. അത് ഇതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ കറുത്ത നിറത്തിലുള്ള പാമ്പിനെയാണ് കാണുന്നുണ്ടെങ്കിൽ, ഓരോ നിറത്തിനും അതിൽ കാര്യമുണ്ട്. അത് നമ്മുടെ ശത്രു, അതായത് വളരെ ശക്തനായ ഒരു ശത്രു നമ്മൾക്കുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് ബ്ലാക്ക് കളറിലുള്ള പാമ്പിനെ കാണുന്നത്. അതാണ്. ഇനി ഒരു ചേരയാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ, നമുക്ക് എത്രയും പെട്ടെന്ന് എവിടുന്നെങ്കിലും സ്വർണമോ അല്ല അതുപോലുള്ള സൗഭാഗ്യങ്ങൾ, അതായത് മഞ്ഞ കളറിലുള്ള ചേരയൊക്കെ കാണുകയാണെന്നെങ്കിൽ അത് ഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയാം. അതുപോലെ തന്നെ നീർക്കോലി ടൈപ്പിൽ കനം കുറഞ്ഞ നേർത്ത, ബ്ലാക്കൊന്നുമല്ല, ഒരു വൈറ്റ് കളർ പോലെ, ഒരു ഗ്രേയും വൈറ്റും പോലത്തെ കളറിലെ പാമ്പിനെ കാണുകയാണെങ്കിൽ അത് ദൈവീയമായ ഒരു പാമ്പാണെന്നാണ് പറയുന്നത്. അത് ശിവഭഗവാന്റെ ഒരു അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ട്, ഭഗവാന്റെ ഒരു സൂചനയായിട്ടാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനും ഭയക്കേണ്ട കാര്യമില്ല. പിന്നീട് നമ്മുടെ വീട്ടിലോട്ട് ഒരു പാമ്പ് വരികയാണ്, അതൊരു കറുത്ത പാമ്പ് നമ്മുടെ വീട്ടിൽ നമ്മൾ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളവർ തന്നെ നമ്മുടെ ശത്രുവാണ്. നമ്മുടെ വീട്ടിലോട്ട് തന്നെ ഉള്ളവർ തന്നെ നമുക്ക് ശത്രുത ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ഉള്ളറിയുന്നില്ലല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള ആൾ തന്നെ നമുക്ക് ശത്രുവാണ് എന്നതിൻ്റെ സൂചനയാണ് നമ്മൾ ആ പാമ്പ് നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്നു എന്ന് കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു പാമ്പിനെ തല്ലിക്കൊല്ലുവാണ്, അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശത്രുവിന്മേൽ നമുക്കൊരു വിജയം ഉണ്ടായി എന്നാണ്. ഇത് നമുക്ക് ശത്രുദോഷമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ആ ദോഷങ്ങളൊക്കെ നമ്മളെ വിട്ടുപോയി നമുക്കതിൽ ഒരു വിജയം ഉണ്ടായി എന്നതിൻ്റെ സൂചനയാണത്. അതുപോലെ തന്നെ നമുക്ക് പച്ച നിറത്തിലൊക്കെയുള്ള പാമ്പുകളെ കാണാറുണ്ട്. അതും വലിയ പ്രശ്നങ്ങളില്ല. ആ പച്ച നിറത്തിലുള്ള പാമ്പ് നമ്മളെ വീട്ടിൽ നമുക്ക് അതിനെ കണ്ടിട്ട് ഒരു ഭയവും തോന്നുന്നില്ല. സ്വപ്നത്തിൽ കാണുകയാണ്, നമ്മുടെ അടുത്ത് നമ്മുടെ മേത്തൊക്കെ ഇങ്ങനെ എഴുതുന്നതായിട്ടോ അങ്ങനെയൊക്കെ കാണുകയാണ്. പക്ഷെ നമുക്ക് അതിന് ഒരു ഭയവും തോന്നുന്നില്ല എങ്കിൽ അത് നമുക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹബന്ധത്തിലൊക്കെ ഏർപ്പെടാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് വിവാഹം നടക്കാനൊക്കെയുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ആ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സ്വപ്ന വ്യാഖ്യാനമായിട്ട് പാമ്പിനെ സ്വപ്നത്തിൽ കണ്ടാൽ ഉള്ള വ്യാഖ്യാനങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.